അസ്സലാമലൈക്കും. എൻ്റെ ഉപ്പാക്ക് സുഖമില്ല. 7 കൊല്ലമായിട്ട് ഡയാലിസിസാണ്. എല്ലാവരും എൻ്റെ ഉപ്പാനെ സഹായിക്കണം. അസ്സലാമലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ വിഷമത്തിലാണുള്ളത്. ഒരു നിവൃത്തിയുമില്ല. എനിക്ക് വെള്ളം കുടിക്കാനൊരു അവസ്ഥയിലേക്ക് നിങ്ങളെല്ലാവരും എന്നെ സഹായിച്ച് കൈപിടിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അള്ളാഹുവിനെയും റസൂലിനെയും മുൻനിർത്തി നിങ്ങളോട് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ എരുമാട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അബ്ദുൽ നിസാർ ഉസ്താദിന്റെ ഡയാലിസിസ് ചെയ്യുന്ന സെന്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കോഴിക്കോടുള്ള ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലാണ്. ഇവിടെ വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഒരു കുടുംബം നമ്മുടെ മുമ്പിൽ വന്ന് കൈനീട്ടുകയാണ്. വല്ലാത്തൊരു സങ്കട കാഴ്ചയാണ് പ്രിയപ്പെട്ടവർ. കാരണം ആഴ്ചയിൽ ഇപ്പോൾ 3 ഡയാലിസാണ് ഉസ്താദിനിപ്പോ ചെയ്തു വരുന്നത്. ഒരുപാട് മക്കൾക്ക് ഇൽമു പകർന്നു നൽകിയ ഒരു മത പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മക്കളാണ് നമ്മുടെ തൊട്ടരികത്ത് നിൽക്കുന്നത്. ഇവിടെ കിടക്കുന്നത് എൻ്റെ ഉപ്പയാണ്. എൻ്റെ ഉപ്പ ആദ്യം മുതലേ ചെറിയ കുട്ടികൾക്കും ഇൽമു പഠിപ്പിച്ചു കൊണ്ടേയിരിക്കെ പെട്ടെന്ന് സുഖമില്ലാതായി 2 കിഡ്നിയും ഫെയിലായിട്ട് ഏകദേശം 7 വർഷത്തോളമായി ഡയാലിസിസ് ചെയ്യുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡോക്ടർമാർ പറയുന്നു അടിയന്തിരമായി കിഡ്നി മാറ്റിവെക്കണമെന്ന് പറയുന്നുണ്ട്. ആയതിനാൽ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആയതിനാൽ നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അറിയിക്കുന്നു. അസ്സലാമലൈക്കും. ഷമീർ തിരൂരാണ്. ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നത് എന്താണെന്നറിയോ? അബ്ദുൽ നിസാർ ഉസ്താദിന്റെ ഒരു കാര്യം പറയാനാട്ടോ. നിങ്ങൾ ഈ ഉസ്താദിനെ ഒന്ന് സഹായിക്കുക. ഒരുപാട് പേർക്ക് ഇൽമു പകർന്ന ഒരു ഉസ്താദാ. അതുപോലെ ഇത് റമദാൻ മാസമല്ലേ, നമുക്ക് ഒരുപാട് പുണ്യം കിട്ടും. ഒരു നിവർത്തിയും ഇല്ലാത്തതുകൊണ്ടാ കഴിഞ്ഞ 8 വർഷമായിട്ട് ഡയാലിസിസാ. ഒന്ന് ആലോചിച്ച് നോക്കി. കിഡ്നി മാറ്റി വെക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാട്ടോ ഒരു സാധാരണ ഒരു വീട് പോലും സ്വന്തമായിട്ട് ഉണ്ടായിരുന്നില്ല. ആ നാട്ടുകാരൊക്കെ കൂടി ചെയ്തിട്ട് ചെറിയൊരു വീട് ഉണ്ടാക്കി കൊടുത്ത്. ഇന്നിപ്പോൾ ആ വീട് വിറ്റാൽ പോലും ആ കിഡ്നി മാറ്റി വെക്കാനുള്ള തുക കിട്ടൂല. 35 ലക്ഷം രൂപയോളം വേണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് സഹായിക്കുകയോ. ഈ നിസാർ ഉസ്താദ് എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. 5 നേരം നിസ്കരിക്കുമ്പോഴും ഷമീർക്കാവും കുടുംബത്തിനും വേണ്ടി ഞാൻ ദുആ ചെയ്യും. എൻ്റെ വീഡിയോ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുകയോ. ഞങ്ങൾക്ക് ഇനിയും ഡയാലിസിൻ്റെ വേദന സഹിക്കാൻ വലിയ ഷമീറെ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ അപ്പോൾ ഉസ്താദിന് കൊടുത്തൊരു വാക്ക് എന്താണെന്നറിയോ? നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടല്ല, ഈ പൊതുസമൂഹത്തിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഉസ്താദ് ദുആ ചെയ്യും. ഉസ്താദ് 5 നേരം ദുആ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് സഹായിക്കുക. ഉള്ളതുപോലെ 100 രൂപ 200 രൂപ കൊടുത്ത് സഹായിക്കുക. ചെറിയ മക്കളാണ്, അവർക്ക് ഇൽമ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ മക്കളാണ്. ഇനി യാതൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ വന്ന് യാചിക്കുന്നത്. ഈ മോളിപ്പോ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരിക്കലും നമ്മുടെ മുമ്പിൽ വന്ന് ഒരിക്കലും ഇങ്ങനെ മുഖം കാണിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷെ ഉസ്താദ് പറയാണ് എൻ്റെ അടുത്ത്, ഒരിറ്റു വെള്ളം എനിക്ക് സന്തോഷമായി കുടിക്കണം, അതിന് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ മക്കളെ എവിടെയെങ്കിലൊക്കെ ഒന്ന് എത്തിക്കണം. എൻ്റെ മക്കളിപ്പോൾ അറിവ് പകർന്നു നൽകുന്ന ഒരു മത പണ്ഡിതനാക്കി മാറ്റണം എനിക്ക്. അതിനെന്നെ നിങ്ങൾ സഹായിക്കണം. ആത്മാർത്ഥമായി നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഹൃദയം പൊട്ടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ നാം കണ്ടില്ല എന്ന് നടിക്കും. അടിയന്തരമായിട്ട് ഈ ഉസ്താദിന്റെ വൃക്ക മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആംബുലൻസിലാണ് പെട്ടെന്ന് രാത്രിയൊക്കെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി സഹായിച്ചാലേ ഈ പാവപ്പെട്ട ഉസ്താദിനെ നമുക്ക് പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അബ്ദുൽ ഗഫൂർ, പഞ്ചായത്ത് മെമ്പർ. നിസാർ ഉസ്താദിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നാട്ടുകാരായി ഞങ്ങൾ ഈ കൂടി നിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നിസാർ ഉസ്താദ് എന്ന് പറയുന്ന അയാൾ കിഡ്നി സംബന്ധമായ രോഗം വന്ന് അയാൾ ഇപ്പോൾ ഒരു ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇയാൾ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ള പണമൊന്നും ആരടുത്തില്ല, ഈ മനുഷ്യൻ്റെ അടുത്ത് ഇല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അയാളെ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി നല്ലൊരു തുകയുടെ ആവശ്യം ഉണ്ട്. ഈ ഉസ്താദിന്റെ കിഡ്നി മാറ്റി വെക്കാനുള്ള ഒരു പണം ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവസാനമായി കണ്ട ഇതൊരു മാർഗമാണ് ഞങ്ങൾ ഈ കണ്ടിട്ടുള്ളത്. എല്ലാവരും
കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കും ഇതിനെ ഷെയർ ചെയ്തുകൊണ്ട് പിന്നെ എല്ലാവരും ഇതിന് അകമൊഴിഞ്ഞ് സഹായിക്കണം. ഞാൻ വാർഡ് മെമ്പർ, എരുമാട് പഞ്ചായത്ത് മെമ്പർ ഇസ്മായിലാണ്. അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകർ മെമ്പർമാരുമാരെ ഗഫൂർ ഭായി അതുപോലെ യൂസഫ് ഒക്കെ നമ്മളോട് ഒന്നിച്ചുണ്ട്. ഒരു നാട്ടുകാർ ഒന്നിച്ചാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഞങ്ങളുടെ പഞ്ചായത്തിൽപ്പെട്ട നിസാർ ഉസ്താദി എന്ന് പറയുന്ന ഒരാളുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെച്ചേ പറ്റൂ എന്നുള്ള ഒരു അടിയന്തര സാഹചര്യത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. കഴിവിന്റെ പരമാവധി എല്ലാവരും സഹായിക്കണം കിഡ്നി മാറ്റി വെക്കാനായിട്ട്. നമുക്ക് എല്ലാവർക്കും നമ്മളുപ്പാനെ കാണണം, ആക്സിഡന്റ് അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം. ഒരുപാട് മക്കൾക്ക് അറിവ് പകർന്നു നൽകിയ ഈ പാവപ്പെട്ട ഉസ്താദിനെ സഹായിക്കുന്നവർക്കും കൂടെ നിൽക്കുന്നവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്.